കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരള നിയമസഭയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി നടന്ന ഈ പ്രതിഷേധങ്ങളും കാണുമ്പോൾ ഒരു സഹതാപമാണ് തോന്നുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ പലതും അല്ലെങ്കിൽ പ്രക്ഷുബ്ധമാവുന്ന രാഷ്ട്രീയ വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയായിട്ടുള്ള ട്രേഡ് വ്യാപാര കരാർ, മുൻ ആർമി ചീഫിൻ്റെ പുസ്തകത്തിലെ പരാമർശത്തെക്കുറിച്ചിട്ട് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി തന്നെ ഉന്നയിക്കുന്ന വിഷയം, മമതാ ബാനർജിയെ പോലുള്ള നേതാവ് SIR-നെ കുറിച്ചിട്ട് സുപ്രീം കോടതിയിൽ ഒന്ന് സ്വന്തമായി വാദിക്കുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മുഴുവൻ തന്നെയും ഭരണപക്ഷ കക്ഷിയെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നേരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാധനം നടക്കുന്ന രൂപത്തിലാണ് കേരളത്തിൽ കേന്ദ്രത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന 2 മുന്നണികൾ, പ്രബലമായിട്ട് നിൽക്കുന്ന ഈ 2 മുന്നണികൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു ഹൈക്കോടതിയുടെ പരിഗണനയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ ചൊല്ലി പരസ്പരം വെല്ലുവിളിക്കും. അപ്പോൾ അതിൽ നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ ഒരു വളരെ വ്യക്തമായിട്ട് എനിക്ക് കാര്യം ഇന്നലെ ഈ ശബരിമലയിലെ സ്വർണ്ണ നഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ട് പുതിയതായി എന്ത് വിവരമാണ് വന്നത്? കേരളത്തിലെ നിയമസഭ നിർത്തിവെച്ചിട്ട് അടിയന്തരമായി നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ വിഷയത്തിലുണ്ടായത്? അവർ ചർച്ചയും ആണെങ്കിൽ, കാരണം ഇതിനു മുമ്പ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചർച്ചയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. ഈ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ഏതൊരു മന്ത്രി രാജിവെക്കേണ്ടതാണ് അതിൻ്റെ പ്രധാനമായ കാര്യമെന്ന്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് പുതുതായിട്ട് എന്താണ് ഈ വിഷയത്തിൽ വന്ന ഒരു ഡെവലപ്മെൻ്റ് എന്ന് എനിക്കറിയില്ല. ആകപ്പാട് അതിൽ പറഞ്ഞത് അതിലുള്ള പ്രതികളായിട്ടുള്ളവർക്ക് ഈ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാത്തതിൻ്റെ മുകളിൽ അവർക്ക് ജാമ്യം കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾക്ക് ജാമ്യം കിട്ടുക, ഇത് ഭരണഘടനാപരമായ അവകാശമാണ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കുറ്റപത്രം നൽകിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ ജാമ്യം കിട്ടും. അത് ഭരണകക്ഷി അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരാണോ അതിന് ഉത്തരവാദി എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഉത്തരവാദിയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിനകത്തുള്ളൊരു വിഷയം. പക്ഷേ കേരളത്തിൽ സർക്കാർ ഇതിൽ ഏത് നിലയിലാണ് ഉത്തരവാദിയാവുന്നത്? കാരണം ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അന്വേഷണം കേരളത്തിലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അപ്പം ഇന്നലെയും ഇന്നും ഇവിടെ ഇത് നടക്കുമ്പോഴത്തേക്കാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഈ പറയുന്ന SITയുടെ മേൽനോട്ട ചുമതലകളുടെ ഡിവിഷൻ ബെഞ്ചിൽ ഈ വിഷയം വീണ്ടും വരുന്നത്. അതായത് SIT സബ്മിറ്റ് ചെയ്ത അവരുടെ അന്വേഷണ റിപ്പോർട്ട്, അവരോരോ പീരിയോഡിക്കലി അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഹൈക്കോടതി അവരുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വ്യക്തമായി ഇതിനകത്ത് രേഖപ്പെടുത്തിയ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണം വളരെ തൃപ്തികരമായ നിലയിലാണത് പോകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഇവർക്ക് ഈ പറഞ്ഞതുപോലെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം തയ്യാറാക്കിയില്ല എന്ന പേരിൽ ജാമ്യം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗ്ഗമല്ല അത്. കുറ്റവാളികളെന്ന് പറയുന്നവർ ആരും തന്നെയും കേസിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നുള്ള കൃത്യമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഈ ബെഞ്ച്, അതായത് ഈ കേസിൻ്റെ കുറിച്ചിട്ടുള്ള ബെഞ്ച് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എന്തിനാണ് കേരളത്തിലെ ഈ UDF രാഷ്ട്രീയ നേതൃത്വം ഈ നിലയിൽ സഭാ നടപടികളെ സ്തംഭിപ്പിക്കുന്ന നിലയിലുള്ളൊരു നടപടി സ്വീകരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്? എനിക്ക് തോന്നുന്നത് അവർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു വിഷയമായിട്ട് ഇതിനെ വീണ്ടും തന്നെ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരിക്കും അയ്യപ്പൻ്റെ വിഷയം, ശബരിമലയുടെ വിഷയം വീണ്ടും സജീവമാണെന്ന് കാണിക്കാനുള്ളൊരു വിഷയമായിരിക്കും. കാരണം അവർ നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ ഇത് UDFലെ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവർ ഒരു ഡിഫെൻസീവായിട്ട് ഒരു പൊസിഷനിലായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയായി ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നിൽക്കുന്ന ചിത്രങ്ങളും അവരുമായിട്ടുള്ള ഇടപാടുകളും എല്ലാം തന്നെ പുറത്തു വന്നുള്ള സ്ഥിതിയിൽ. അപ്പോൾ അതിനകത്തുനിന്ന് അറ്റൻഷൻ മാറ്റാനാണോ എന്തായാലും ശരി തന്നെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് വിഷയം ഉന്നയിക്കുക എന്ന് പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സാധനം മാത്രമായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ.